ഈ എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇച്ചിഗോൺ ടീം അവരാണെങ്കിൽ ഹോലോ വേൾഡിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവരിപ്പോ ഒരഹറയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ഭാഗത്തേക്ക് പോകും. ഒരഹറയാണെങ്കിൽ അവരോട് പറയും, എനിക്ക് നിങ്ങളെ ആ ഹോലോ വേൾഡിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ അല്പം പ്രിപ്പയർ ആവാനുണ്ടെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഒരഹറ പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ടാക്സുമിയും ഇച്ചിഗോയുടെ ഫ്രണ്ട്സും അവരെല്ലാവരും ഇച്ചിഗോയെ ഫോളോ ചെയ്ത് അവനുള്ള ആ ഉറഹറ ഷോപ്പിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ടാക്സുമിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒർഹിബയെ കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമാണ്. സോ ഇച്ചിഗോയിലൂടെ മാത്രമേ ഒർഹിബയിലേക്ക് എത്താൻ കഴിയൂന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ടാക്സുമിയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് കൊടുത്ത് അവളുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. ടാക്സുമിക്കാണെങ്കിൽ ഇച്ചിഗോയോട് ഒരുപാട് ദേഷ്യമുണ്ട്. കാരണം അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും അവൻ ആരോട് ഷെയർ ചെയ്യുന്നില്ല. അതാണ് അവൾക്ക് അവനോടുള്ള ഏറ്റവും വലിയ ദേഷ്യം. ടാക്സുമിയുടെ ഫ്രണ്ട് ബിസു അവളാണെങ്കിൽ ടാക്സുമിയോട് പറയും, ഇന്ന് നീ ഇച്ചിഗോട് ചെയ്തത് അത് ശരിക്കും വളരെ മോശമായി പോയി. അത് കേൾക്കുമ്പോൾ അവളുടെ ഉള്ളിലെ വിഷമം അത് ഇരട്ടിയാവും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇച്ചിഗോ അവൻ എന്നെ മൈൻഡ് ചെയ്യാത്തത്, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാത്തത്, എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ അതാണ് എനിക്ക് അവനോടുള്ള ദേഷ്യം അത് ഇരട്ടിയാക്കിയത്. ഇൻ കേസ് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനത് എന്നോട് ഷെയർ ചെയ്യാം. കാരണം ഞാനും അവൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, എനിക്കിതിൻ്റെ സീക്രട്ട് അതറിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഉറഹറ ഷോപ്പിന്റെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അങ്ങനെയാണ് ഇവർ 3 പേരും ഈ ഷോപ്പിന്റെ അടുത്തേക്ക് വന്നത്. അവരാണെങ്കിൽ ആ ഷോപ്പിലേക്ക് പതിയെ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഓൾറെഡി ആ ഷോപ്പിന്റെ ഡോറൊക്കെ തുറന്നു കിടക്കുകയാണ്. ഇവിടെ ഇച്ചിയോടെ ഫ്രണ്ട് ആണെങ്കിൽ വീണ്ടും എന്തൊക്കെയോ കോക്കുരയൊക്കെ കാണിച്ച് ടാക്സുമിയെ കൂളാക്കാൻ ശ്രമിക്കും. അതിൽ കൺട്രോൾ പോയ ടാക്സുമി ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിച്ച് നിലത്തിടുകയാണ്. ടാക്സുമി ആണെങ്കിൽ ഒരു നാഷണൽ ലെവൽ ഫൈറ്റർ ആണ്. സോ അവളുടെ ഇടിയിൽ കൺട്രോൾ പോയി അവൻ കരയും. ടാക്സുമി അവനെ പിടിച്ചു വലിച്ച് ശബ്ദം ഉണ്ടാക്കിയ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ഇടി മേടിക്കുമെന്ന് പറഞ്ഞ് അവർ 3 പേരും പതിയെ ആ ഷോപ്പിന്റെ അകത്തേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ ഉറഹറയാണെങ്കിൽ അവർക്ക് ഹോളോ വേൾഡിലേക്ക് പോകാനുള്ള ആ പോർട്ടൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ആ ഒരു അരങ്കാസ് അവരിവിടേക്ക് വന്നപ്പോഴും ഇതേ പോർട്ടലിലൂടെയാണ് ഇവിടേക്ക് എത്തിയത്. ഒരു സോൾ റീപ്പർ ആയിരുന്ന ഉറഹറയെ കൊണ്ട് ഹോളോ വേൾഡിലേക്കുള്ള പോർട്ടൽ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. അതിന് ഉറഹറയാണെങ്കിൽ തീർത്തു പറയും, ഈ ഒരു പോർട്ടലിന് പറയാ കാർഖണ്ഡ എന്നാണ്. ഐസനെ പോലെ ഞാനും ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് എന്നെ കൊണ്ടും ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പോർട്ടലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഹോളോ വേൾഡിലേക്ക് പോകാനുള്ള വഴി അത് നിങ്ങൾ തന്നെ കണ്ടെത്തി മുൻപോട്ടേക്ക് പോകണം. അതിന് ഇച്ചിഗോ ആണെങ്കിൽ ഉറഹറയോട് റിക്വസ്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ അത് ഞങ്ങളുടെ മേലുണ്ടാവണം. അതിന് ഉറഹറ ഉറപ്പ് കൊടുക്കും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായി ആ പോർട്ടലിനകത്തേക്ക് കയറുകയാണ്. അവർ ആ പോർട്ടലിലൂടെ അകത്തേക്ക് പോയതിനു ശേഷം ഉറഹറ ആളങ്ങനെ ഇപ്പൊ ടാക്സുമിക്കും ഫ്രണ്ട്സിന് നേരെ മുഖം തിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വന്നതിന്റെ ലക്ഷ്യം അത് സഫലമായോ ചോദിക്കും. അത് കേട്ട് ടാക്സുമി അവൾ ഷോക്കാവുകയാണ്. നിങ്ങൾ ഇവിടേക്ക് എത്തിയത് അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതിന് ഉറഹറ ആള് ചിരിക്കും. സത്യത്തിൽ നിങ്ങൾ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഷോപ്പിന്റെ ഡോറ് അത് നിങ്ങൾക്കായി തുറന്നിട്ടത് മറ്റാരുമല്ല, ഞാനാണ്. മാത്രമല്ല ഈ ബേസ്മെന്റിലേക്ക് വരാൻ നിങ്ങൾക്ക് ലാഡർ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ലാഡർ വെച്ചതും ഞാൻ തന്നെയാണെന്ന് പറയും. അത് കേട്ട് അവർ 3 പേര് ഷോക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇപ്പോൾ ഒർഹിബയെ കാണിക്കും. അവളാണെങ്കിൽ ഐസന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഐസൻ അവളോട് പറയും, എനിക്ക് നിന്റെ ഹീലിംഗ് പവർ അത് കാണണം. ഒർഹിബയ്ക്കാണെങ്കിൽ അവളുടെ മനസ്സിൽ നല്ല പേടിയുണ്ട്. പക്ഷെ വേറെ വഴിയില്ലാതെ അവൾ ആ നീലമുടി എന്റെ കയ്യിൽ ടച്ച് ചെയ്ത് അവനെ ഹീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ലൂപ്പിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം നീലമുടിയന് പകരം ഇപ്പോ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അവളെയാണ്. അവൻ ബാക്ക് ടു നോർമലായി കഴിഞ്ഞാൽ പിന്നീട് അവളുടെ പൊസിഷൻ അത് അവൾക്ക് നഷ്ടപ്പെട്ടേക്കും. കാരണം ആ നീലമുടിയന് അവളെ കഴിഞ്ഞ പവർ അത് ഒരുപാട് കൂടുതലാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവളാണെങ്കിൽ ഒർഹിബയോട് ദേഷ്യപ്പെടും. ആ ഹീലിംഗ് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ലൂപ്പിയാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അത് തടയാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ ആ നീലത്തലയന്റെ കൈ അത് റീജനറേറ്റ് ആവുകയാണ്. അവൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇവളെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു? നീലമുടിയനും അത്ഭുതത്തോടു കൂടെ അവന്റെ നഷ്ടപ്പെട്ട കൈ അത് തിരിച്ചു വന്നത് അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. പിന്നെ ഐസൻ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഒർഹിബ നമ്മുടെ പുതിയ മെമ്പറാണ്. അവൾക്ക് ഒരുപാട് കഴിവുണ്ട്. അവളുടെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കഴിവാണ് ഹീലിംഗ് എബിലിറ്റി. അതുപയോഗിച്ചാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ അവന്റെ കൈ അവൾ തിരികെ പിടിച്ചത്. ഇവിടെ യൂമിക്കാണെങ്കിൽ അവളുടെ കൈ കൂടി വരികയാണ്. കാരണം ഒർഹിബയെ കാണുന്നത് ഒരു ഗോഡസിനെ പോലെയാണെന്ന് അവൾ തിരിച്ചറിയും. നീലമുടിയനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന് നഷ്ടപ്പെട്ട കൈ അത് തിരികെ കിട്ടിയെന്ന് അവനെ കൊണ്ട് വിശ്വസിക്കാനാവില്ല. ഒർഹിബ
അവളാണെങ്കിൽ അവന്റെ പുറകിലേക്ക് വന്ന് അവന്റെ പുറകിലുണ്ടായിരുന്ന പരിക്കുകളും അതും ഇപ്പൊ പതിയെ ഹീൽ ചെയ്ത് അവന്റെ 6th നമ്പർ പൊസിഷൻ അത് അവനിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ദൂരത്തായിട്ട് ആ ഹോളോ ലേഡിക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് ഒട്ടും ഇഷ്ടാവില്ല. അവൾക്ക് മനസ്സിലാവും അവളുടെ പൊസിഷൻ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ആ നീലമുടിയൻ അവൻ പതിയെ പതിയെ അവന് നഷ്ടപ്പെട്ടു പോയ അവന്റെ പൊസിഷൻ അത് തിരികെ പിടിക്കുകയാണെന്ന്. കൺട്രോൾ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളങ്ങനെ പല്ല് കടിച്ച് ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ മുടിയൻ അവനാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷം. നീലമുടിയനാണെങ്കിൽ ബല്ലി എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അവന്റെ പവർ അത് ആ ഹോളോ ലേഡിക്ക് നേരെ പ്രയോഗിക്കും. അവന്റെ അൺലിമിറ്റഡ് പവർ അത് അവളുടെ ബോഡിയിൽ വന്ന് ഹിറ്റ് ചെയ്ത് അവൾ തകർന്ന് താഴെ വീഴുകയാണ്. ഐസനും ബാക്കിയുണ്ടായിരുന്ന ഹോളോസും എല്ലാവരും ഈ കാഴ്ച കണ്ട് ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. അവർക്കതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ നീലമുടിയന് ഭയങ്കര സന്തോഷം. കാരണം അവന്റെ ഓപ്പണന്റ് ആയിരുന്നത് സത്യത്തിൽ അവളായിരുന്നു. അവളെ തകർത്ത് നഷ്ടപ്പെട്ടു പോയ അവന്റെ പൊസിഷൻ അതവൻ നേടിയെടുത്തു. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഇച്ചിഗോയും ടീമും ആണെങ്കിൽ ആ ഹോളോ വേൾഡ് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ്. ഹീറോ അവന്റെ സ്പ്ലിറ്റ് പ്രഷർ ഉപയോഗിച്ച് അവർക്ക് മുൻപോട്ടേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു പാത്ത് അത് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം അതിലൂടെ മുൻപോട്ടേക്ക് പോകും. ഇച്ചിഗോ ആണെങ്കിൽ ഒരുപാട് നേരമായി അവന്റെ സ്പ്ലിറ്റ് പ്രഷർ ഉപയോഗിച്ച് വഴി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പവർ പതിയെ കുറയാനായിട്ട് തുടങ്ങും. അവന്റെ പവർ അങ്ങനെ അൺകൺട്രോൾഡായി അവൻ ക്രിയേറ്റ് ചെയ്ത വഴി അത് ബ്രേക്ക് ആവാൻ തുടങ്ങും. ഡിയൻ സാധോ ആണെങ്കിൽ ഓടി വരുന്ന സമയം ആ ഒരു വഴി അത് ബ്രേക്കായി അവൻ താഴേക്ക് വീഴും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അതിൽ പിടിച്ചു നിൽക്കും. കണ്ണാടിപ്പയനാണെങ്കിൽ ടെൻഷനായി ഇച്ചിഗോട് പറയും, ഇച്ചിഗോ യു ആർ അൺബിലീവബിൾ. നീ ഇത്രയൊക്കെ ആയിട്ടും ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടും ഇതുവരെ നിനക്ക് നിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ സ്പ്ലിറ്റ് പ്രഷർ അത് കൺട്രോൾ ചെയ്ത് ഒരു അടിപൊളി വഴി അത് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ക്രിയേറ്റ് ചെയ്യാണ്. അവൻ ക്രിയേറ്റ് ചെയ്ത വഴി കണ്ട് ഇച്ചിഗോയ്ക്ക് അവനാണെങ്കിൽ കുറച്ച് അസൂയൊക്കെ തോന്നും. കാരണം ആ ഒരു വഴി അത് വളരെ സ്ട്രോങ്ങും അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയറും ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ്. മുടിയനാണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയ്യനോട് ചോദിക്കും, സത്യം പറയും, നീ എന്തിനാ ഇച്ചിഗോയെ സഹായിക്കാൻ ഇവിടേക്ക് വന്നേ? നീ ഓൾറെഡി നിന്റെ പപ്പയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? ഒരു കാരണവശാലും സോൾ റിപ്പേഴ്സിന്റെ കൂടെ നീ പോവില്ല എന്ന്, അവരുമായിട്ട് യാതൊരു കണക്ഷനും ഡേറ്റ് ചെയ്യില്ല എന്ന്. അതിന് കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഇച്ചിഗോയെ നോക്കി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ സാക്ഷാൽ ഉറഹറ ആളാണെങ്കിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണാടിപ്പയ്യന്റെ അടുത്തേക്ക് വരികയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഉറഹറെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം. ഉറഹറ കണ്ണാടിപ്പയ്യനോട് പറയും, ഉറഹുബയെ അവളെ കാണാനില്ല. ഐസൻ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവളെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് ഹോലോ വേൾഡിലേക്ക് പോയി. അവളെ തിരികെ പിടിക്കാൻ ഇച്ചിഗോ അവൻ ഒറ്റയ്ക്ക് ആ ഹോലോ വേൾഡിലേക്ക് പോവാണ്. പക്ഷെ അത് വലിയ അപകടമാണ്. അവനെ സഹായിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ ഈ സമയം കഴിയൂ. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നും. അവൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അവന്റെ പപ്പ ആൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് തീർത്തു പറയും, ഒരു കാരണവശാലും ഇവനെ ഞാൻ അയക്കില്ല. റിപ്പേഴ്സുമായിട്ട് ഒരു കണക്ഷൻ പോലും ഇവൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഉറഹറയാണെങ്കിൽ ആളെ കൺവിൻസ് ചെയ്യും. സോൾ സൊസൈറ്റി ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മകന്റെ ഫ്രണ്ടിനെ അവളെ രക്ഷിക്കാൻ മകനെ അനുവദിക്കണം. അങ്ങനെയാണ് ഇവിടെ കണ്ണാടിപ്പയ്യൻ ഇച്ചിഗോയെ സപ്പോർട്ട് ചെയ്ത് റീബയെ രക്ഷിക്കാൻ ഇപ്പൊ ഇവിടേക്ക് എത്തിയത്. ഇച്ചിഗോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ ഇപ്പോഴും ഒരു സോൾ റീപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ എന്നോടൊപ്പം എന്നെ സഹായിക്കുന്നത് അത് ശരിയല്ല. അതിന് കണ്ണാടിപ്പയ്യൻ ചിരിക്കും. സത്യത്തിൽ നീ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സോൾ റീപ്പർ മാത്രമാണ്. മാത്രമല്ല സോൾ സൊസൈറ്റിയിൽ നിന്ന് നിന്നെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്നോടൊപ്പം ഈ ഒരു മിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും കുഴപ്പമില്ല. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും ആ ലോജിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവന് മുൻപോട്ടേക്ക് പോവും. കട്ട് ചെയ്ത കണ്ണാടിപ്പയ്യന്റെ പപ്പയുടെ അടുത്തേക്ക് സാക്ഷാൽ ഇച്ചിഗോയുടെ പപ്പ വരികയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇച്ചിഗോയുടെ പപ്പയെ ആ സോൾ റീപ്പർ കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ കണ്ണാടിപ്പയ്യന്റെ പപ്പയ്ക്ക് ഭയങ്കര അത്ഭുതം. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ പവറുകളെല്ലാം തന്നെ ഇച്ചിഗോയുടെ പപ്പ വീണ്ടെടുത്ത് കഴിഞ്ഞു. ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ മക്കളെ ഒരുപാട് ഇഷ്ടമാണ്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ഉർഹിബ അവളാണെങ്കിൽ ആ ഹോളോ വേൾഡിലെ ഒരു ഭാഗത്ത് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഐസൻ എന്തിനാണ് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നും അവളെ കൊണ്ട് എന്താണ് അവൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ആ നീലമുടിയൻ ഹോളോയെ അവനെ ഹീൽ ചെയ്തതിൽ അവൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നി. അവളങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.